ഓഫീസിലെത്തി കയറാൻ പോയത്. എൻ്റെ സ്റ്റുഡിയോ ഇവിടെയാണ്. ചെയ്യണ സ്റ്റുഡിയോ ഇതിൻ്റെ അകത്താണ്. ഇതാണ് സ്റ്റുഡിയോ. ഇവിടെയാണ് ഞാൻ ഷൂട്ടൊക്കെ ചെയ്യണ സ്ഥലം. ഇതാണ് എൻ്റെ ഓഫീസ്. ഞാൻ വർക്ക് ചെയ്യണ സ്ഥലം ഇതൊക്കെയാണ്. അടുത്തൊരു ക്യാമ്പയിൻ ഷൂട്ട് വരണം. അപ്പോൾ അതിൻ്റെ കുറച്ച് മൂഡ് ബോർഡും അതിൻ്റെ ഷൂട്ടിംഗ് പാറ്റേൺസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഇന്നൊരു ടെസ്റ്റ് ഷൂട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് വൈകിട്ട് പറ്റുമെങ്കിൽ അതും കൂടെ കാണിച്ചു തരാം. ഇന്ന് ഒരു ലൊക്കേഷൻ്റെ മൂഡ് ബോർഡ് ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യും. ക്യാമ്പയിൻ്റെ മൂഡ് ബോർഡും ഔട്ട്ഫിറ്റ്സും ഇതെല്ലാം ഒന്ന് പ്രിപ്പയർ ചെയ്യണം. നിങ്ങൾ കണ്ടാൽ ചിലപ്പോൾ ചിരിക്കും. ഞാൻ ചെയ്യണം സ്റ്റോറി ബോർഡിങ് ജസ്റ്റ് ഒന്ന് തീം മനസ്സിലാക്കാൻ വേണ്ടി ഈ ടൈപ്പിലൊക്കെയാണ് ഞാൻ സ്റ്റോറി ബോർഡിങ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. കാണുമ്പോൾ വരച്ച് കുറച്ചിട്ടേക്കും, പക്ഷേ ജസ്റ്റ് ഒന്ന് ആ സീന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഉച്ചയായി. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒന്ന് ഇറങ്ങി. അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവരണേണ്. ഇന്ന് വൈഫ് ഇച്ചിരി ബിസി ആയിപ്പോയി. രാവിലെ ക്ലാസ് തുടങ്ങി. അങ്ങനെ ഇന്ന് ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയില്ല. രാവിലെ ഉച്ചയ്ക്കുള്ളത് ഇന്ന് വെളിയിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിന്ന് പ്ലാൻ ചെയ്തതുപോലെ പ്രിപ്പയർ ചെയ്ത ഷൂട്ടിൻ്റെ ഒരു ടെസ്റ്റ് ഷൂട്ട് പോലെ ആ ലൊക്കേഷനൊന്നും പോയി കണ്ടില്ല. ഞാൻ ചെയ്യണത് എങ്ങനെ ടെസ്റ്റ് ഷൂട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് എടുക്കാം അടുത്തത്. नहीं ऐसे मैं भी सोच रहा था ना. അങ്ങനെ ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. കുറച്ച് സ്ഥലമൊക്കെ ടെസ്റ്റ് ഷൂട്ടൊക്കെ നടത്തി. ജസ്റ്റ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വെച്ച് ഇപ്പോൾ ഷൂട്ടിന് നോക്കാൻ നേരത്തത് റെഫറൻസ് നമുക്ക് ഇതുവഴി എടുക്കാൻ പറ്റും. ഈ ഫോട്ടോസ് കണ്ട് ഇപ്പോൾ സ്ഥലങ്ങൾ വെച്ച് ഇനി നേരെ ഓഫീസിൽ പോയിട്ട് ഈ ഫോട്ടോസ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇത് മതിയാവോ എന്ന് നോക്കണം. അങ്ങനെ തിരിച്ച് സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ ജോലിയുടെ ടൈം കഴിഞ്ഞു. നമുക്ക് പറയാം. ഇതെൻ്റെ ക്യാമറ അല്ല, കമ്പനി ക്യാമറയാണ്. ഇതായിരുന്നു ഞാൻ ഇത് വെച്ച് ഷൂട്ട് ചെയ്തത്. ഇപ്പോൾ കോപ്പറോ ഓഫിംഗ് ലൈറ്റ്. അങ്ങനെ വീട്ടിലെത്തി. ഇന്നത്തെ ഒരു ദിവസത്തെ വർക്ക് ലൈഫ് ഇതായിരുന്നു. ഇന്ന് നടത്തിയ ക്യാമ്പയിൻ ഷൂട്ടിൻ്റെ മെയിൻ ഷൂട്ട് നടക്കുമ്പോൾ ഞാൻ അത് എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ അതുവരെ